പാലക്കാട് എം.എൽ.എ രണ്ടാഴ്ചയായി ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പരാതികളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ ഒളിയിടത്തിൽ തന്നെ രാഹുൽ തുടരുന്നതാവും നല്ലത് എന്ന് തോന്നും. മാന്യതയുള്ള ആർക്കും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേട് തോന്നുന്നത്ര മോശപ്പെട്ട വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നതൊക്കെയും. അത്തരമൊരു നാണക്കേട് രാഹുലിന് ഉണ്ടോ ഇല്ലയോ എന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർട്ടി ഒഴിവാക്കി, തൊട്ടു പിന്നാലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒടുവിൽ രേഖാമൂലം പരാതി വന്നതോടെ പാർട്ടിയിൽ നടക്കം പുറത്താക്കി. പക്ഷെ അപ്പോഴും രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അന്ധമായ പിന്തുണ കൊണ്ട് സമനില തെറ്റിയ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ അതിജീവിതയെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്തുമാണ്. എന്തായാലും നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ എത്തും എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മാത്രമാണിത്. അങ്ങനെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതം.